ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്, അതല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പെട്ടെന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ലൈഫിൻ്റെ ഏതൊരു പോയിന്റ് എന്നാണ് ഞാൻ ഇങ്ങനൊരു ചേഞ്ച് എനിക്ക് ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നത്? നമ്മൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എൻ്റെ മാനദണ്ഡം. ഇപ്പം എനിക്കൊരു മോബൈൽ ഇഞ്ചിങ് വാർത്ത, ഇപ്പം കത്തുവയിലെ ആസിഫ എന്ന് പറയുന്ന കുഞ്ഞുവാവ, എക്സാക്ട്ലി സച്ചിദാനന്ദൻ്റെ കവിത, എനിക്കത് പൂർണ്ണമായി വായിക്കാൻ കഴിയില്ല. അത്തരമൊരു വാർത്ത നമ്മളെ കണ്ണ് നിറയും. ഒരു പക്ഷേ അന്നത്തെ ദിവസം ഒരു നല്ല ഭക്ഷണം പോലും നമുക്ക് കഴിക്കാൻ പറ്റാത്ത വിധം നമ്മളത് ഇൻഫ്ലുവൻസ് ചെയ്യും. പേഴ്സണലി ഭയങ്കര എന്താ പറയുക, മുറിവേൽപ്പിക്കും, ആഴത്തിൽ നമ്മളെ മുറിവേൽപ്പിക്കും. പിന്നെ അതോടൊപ്പം ഇതിനകത്തുള്ള വേറൊരു കാര്യം, നമ്മൾ നിരന്തരം നവീകരിക്കപ്പെടും. കാരണം ഡെയിലി നമുക്ക് ഫീഡ്ബാക്കാണ്. അതെ, നമ്മൾ എന്താവണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. എൻ്റെ ശരീരഭാഷയും എൻ്റെ സംസാരവും എൻ്റെ രീതികളും നമ്മളൊരു കുടുംബജീവിതത്തിൻ്റെ സാമൂഹിക പരിസരത്തിൻ്റെ പ്രോഡക്റ്റാണല്ലോ. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് റോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതൊരു കംപ്ലീറ്റ്ലി ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ആവില്ല. പക്ഷേ സമൂഹം എന്ന സ്കൂള്, സൊസൈറ്റി എന്ന് പറയുന്ന കറക്ഷൻ മെക്കാനിസം വർക്ക് ചെയ്യും. ഓക്കെ, ആളുകൾ ഇങ്ങനെ സ്ഥിരം കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഓരോ ഇടപെടലുകളിലും. സൂക്ഷ്മമായ കമൻറ്റുകൾ പറയും. നമ്മുടെ ചിരിയെപ്പോലും, നമ്മുടെ നോട്ടത്തെപ്പോലും, നമ്മുടെ ഇടപെടലിനെ പോലും നിരന്തരമായി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ നവീകരണമാണ് നമുക്ക് ഇതിന് കിട്ടുന്ന വേറൊരു ബെനിഫിറ്റ്. നമുക്ക് ഇന്നുള്ള ഞാനായി എനിക്ക് നാളെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ എന്നിലെ ഒരു ഇൻട്രോസ്പെക്ഷൻ നമ്മൾ പറയല്ലോ, ലുക്കിംഗ് ഇൻ ടു ഹിംസെൽഫ്, ലുക്കിംഗ് ടു മൈസെൽഫ്. ഞാൻ എന്നിലേക്ക് നിരന്തരം നോക്കി, ഞാൻ ഈ മിഷൻ്റെ ഭാഗമായി നടക്കുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ കറക്റ്റ് ചെയ്യേണ്ടതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ, ഇപ്പോൾ സമൂഹം എന്ന അധ്യാപകൻ നമ്മുടെ പിന്നിലൊരു ചൂരലുമായിട്ട് നമ്മളെ പിന്നിലുണ്ട്. നമുക്ക് ചില അടി കിട്ടുമ്പോൾ നമുക്ക് പൊളയും. നമ്മുടെ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും അത്. പക്ഷേ അത് കറക്റ്റ് ചെയ്തേ പറ്റും. അതിനോട് നമ്മൾ ടോളറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് സഹിഷ്ണുതാപൂർവ്വം അതിനെ സ്വീകരിക്കുക എന്നുള്ള, അവിടെ ന്യായം പറയാതിരിക്കുക, അവിടെ തർക്കിക്കാതിരിക്കുക, അവിടെ സാങ്കേതികത്വം പറഞ്ഞ് സ്കിപ്പ് ചെയ്യാതിരിക്കുക.